ഐസ് ക്യാൻവാസ് ആക്കി മാറ്റിയ നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂർക്കാരൻ കൂടിയായ ഡാവിഞ്ചി സുരേഷിന്റെ വൃന്ദാവനത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലഡാക്കിലെ ഐസ് പെയിന്റ് വിശേഷം നമ്മൾക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഡാവിഞ്ചി സുരേഷ് എന്നൊരു വ്യക്തി ലോകം അറിയുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷം നമ്മളോടുകൂടി പങ്കുവെക്കാമോ? നമസ്കാരം. ലോകം അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ലോകത്തുള്ള മലയാളികൾ ചിലപ്പോൾ എന്നെ അറിയായിരിക്കും. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ വർക്കുകളെ സ്നേഹിക്കുകയും നമുക്ക് പ്രോത്സാഹനം തരികയും പ്രചോദനം തരികയൊക്കെ ചെയ്യുന്നവരാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടാണ് നന്ദി പറയാനുള്ളതും അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ ഇഷ്ടം അറിയിക്കാനുള്ളതൊക്കെ. My school, Gurushree Public School, we have our physics, chemistry, biology and computer lab. We have the largest playground with best sports facility in Kodungallur. Gurushree Public School, Pullur, Kodungallur. Admission started for new academic year. അപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ ഐസ് പെയിൻറ്റിങ്. ആ ഒരു ആശയം എങ്ങനെയാണ് സാറിലേക്ക് വരുന്നത്? ഇത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ വർക്കുകൾ ഇപ്പോൾ ഇതിനിടയ്ക്ക് ചെയ്തല്ലോ. ഒരു 100 മീഡിയങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിലിപ്പോൾ ഒരു 98ാമത്തെ മീഡിയമാണ് ഈ ഐസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആശയം വരുന്നത് ഇപ്പോൾ ഞാൻ വെള്ളത്തിന് മുകളിൽ ചെയ്തിട്ടുണ്ട്, വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ തീയിൽ ചെയ്തിട്ടുണ്ട്, പുകയിൽ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്കിടയിൽ നമ്മളുടേതായ കുറേ ആശയങ്ങളിൽ ചിത്രം വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ പേപ്പറിലും മാത്രമല്ല ഒതുങ്ങിക്കുന്നതല്ല ചിത്രകല. നമുക്ക് പല മീഡിയങ്ങളിലും ചിത്രം വരയ്ക്കാവുന്നതാണ്. ഈ ലോകത്ത് ഒരുപാട് മീഡിയങ്ങളുണ്ട്, ആയിരക്കണക്കിന് മീഡിയങ്ങളുണ്ട്. അതിലേതെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത് ഓരോ മീഡിയങ്ങളാക്കി നമ്മളുടെ മീഡിയങ്ങളാക്കി മാറ്റുന്നു എന്ന് മാത്രം. അപ്പം അത്തരത്തിൽ കുറേ ചിത്രങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ വെള്ളത്തിന് മുകളിലും വെള്ളത്തിനടിയിലും അതുപോലെ തന്നെ പുകയിലും കല്ലിലും മണ്ണിലും പുല്ലിലും പാടത്തും പറമ്പിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാനുള്ളൊരു താല്പര്യം വരുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു 10 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ഐസുംകട്ടയിൽ മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് വെള്ളത്തിന് മുകളിലൊക്കെ വരയ്ക്കാം, വെള്ളത്തിൽ വരച്ച വര പോലെ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അതിന് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ 3-4 ചിത്രങ്ങളും വരച്ചു, വെള്ളത്തിനടിയിലും പോയിട്ട് വരച്ചു. അപ്പോൾ അത്തരം പഴഞ്ചൊല്ലുകളെ നമുക്ക് ആളുകൾ ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ട് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളെ നമ്മളത് മാറ്റി തിരുത്തി കുറിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 10 വർഷം മുമ്പേ തന്നെ എൻ്റെ പ്രസംഗങ്ങളിലും അല്ലെങ്കിൽ വേദികളിലും അഭിമുഖങ്ങളിലൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ എനിക്ക് ഐസുംകട്ടയിലും പെയിൻ്റ് അടിക്കണം എന്നുള്ളത്. കാരണം എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആർക്കെങ്കിലും അതിന് കഴിയണം. അപ്പോൾ ആരെങ്കിലും ഈ 10 വർഷത്തിനിടയ്ക്ക് ചെയ്യും എന്നെൻ്റെ ഒരു മനസ്സുണ്ടായിരുന്നു. പക്ഷേ ആരും ചെയ്തില്ല. 2-3 വർഷമായിട്ട് ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങി. മണാലിയിലോ അല്ലെങ്കിൽ ലഡാക്കിലോ ഒക്കെ പോയിട്ട് ഒരു ഐസിൻ്റെ പുറത്ത് മഞ്ഞിൻ്റെ പുറത്ത് ഒരു ചിത്രം ചെയ്യണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു 2-3 പെയിൻറ്റുകളും കളറുകളും പൊടികളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പരീക്ഷിച്ചൊക്കെ നോക്കി. പക്ഷേ ആദ്യത്തെ തവണ ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിരുന്നില്ല. പക്ഷേ അവസാനം നമ്മളൊരു എമൽഷൻ പെയിൻറ്റും ഒക്കെ ആയിട്ട് അവിടെ തണുപ്പ് കാലാവസ്ഥയിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഐസുംകട്ടയിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, ഓപ്പൺ സ്പേസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഐസ് ഉരുകിക്കൊണ്ടിരിക്കും, ഇവിടുത്തെ ചൂട് അതാണ്. പക്ഷേ അവിടെ നേരെ -12 അല്ലെങ്കിൽ 18-20 ഡിഗ്രിയുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞുരുകുന്നില്ല, മഞ്ഞങ്ങനെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐസ ഉരുകുന്നില്ല. അവിടെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ അവിടുത്തെ പുഴകളും തടാകങ്ങളും ഒക്കെ ഐസായിട്ട് മാറും. ഒരു 5 അടി 6 അടിയൊക്കെ കനത്തിൽ മുകൾ ഭാഗം ഐസായിട്ട് മാറും. ആ സമയത്താണ് അവിടുത്തെ ജനങ്ങൾ സ്കേറ്റിങ്ങിനും വണ്ടി ഓടിക്കാൻ, അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഐസ് മാസങ്ങളോളം ഇങ്ങനെ കിടക്കും. ഫെബ്രുവരി മാസം പകുതിയോടുകൂടിയാണ് ഇത് ഉരുകാൻ തുടങ്ങുന്നത്. ശരിക്കും ചൂട് കുറച്ച് കൂടുന്തോറും അന്തരീക്ഷത്തിൻ്റെ താപനിലയാണ് ഈ ഐസിനെ ഉരുക്കുന്നതും അല്ലെങ്കിൽ ഐസിനെ നിലനിർത്തുന്നതൊക്കെ. അപ്പോൾ ആ ഐസ് തണുപ്പോടുകൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ എമൽഷൻ പെയിൻറ്റ് കട്ടിയോടുകൂടി അടിച്ചാൽ നമുക്കതുപോലെ നിർത്താൻ സാധിക്കുമെന്ന് നമ്മൾ പരീക്ഷണത്തിലൂടെ നമുക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഈ ഒരു എമൽഷൻ പെയിൻറ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇത്രയും നമ്മൾ 30 അടി വലുപ്പത്തിലൊക്കെ ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് പോയത് നമ്മൾ. കാരണം നമ്മുടെ ക്യാൻവാസ് എന്ന് പറയുന്നത് വലിയ ക്യാൻവാസുകളാണ്.
വലിയ ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ വലിയ പറമ്പുകളൊക്കെയാണ് നമ്മളുടെ ക്യാൻവാസിൽ. 350 അടി വലുപ്പത്തിൽ വരെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു 30 അടിയെങ്കിലും ഐസിൽ ചെയ്തില്ലെങ്കിലും മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 30 അടി ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ ഒരു വലിയ പ്രദേശത്ത് വലിയ വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു പ്രദേശത്താണ് അവിടെ ഐസായിട്ട് കിടക്കുന്നത്. ഒരു 30 അടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചിത്രമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു 70 അടിയാക്കി മാറ്റിയത്. അങ്ങനെ 70 അടി വലുപ്പത്തിലാണ് എൻ്റെ മകനും ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ ക്യാമറമാൻ സിംബാദ്, അതുപോലെ ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ളൊരു ആചാര്യ ആർ വിശ്വനാഥ്, ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. 4 പേരാണ് ഇവിടുന്ന് നമ്മൾ ലഡാക്കിലേക്ക് ലേയിലേക്ക് പോയത്. അവിടെ കുറച്ച് അകലെയായിട്ട് നിമ്മു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു മനോഹരമായിട്ടുള്ള മഞ്ഞുമലകളും അതുപോലെ തന്നെ പ്രദേശം മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ നമ്മളിത് ഫിക്സ് ചെയ്തത്. എന്തായാലും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം വെയിൽ വന്ന് തുടങ്ങി ഐസ് ഉരുകി വെള്ളമായി മാറുന്നൊരു സമയത്താണ് ഈ ശിവരാത്രി ടൈം ആയതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ഒരു ചിത്രം ചെയ്യണമെങ്കിൽ ആ ടൈമിലല്ലേ പോയാലല്ലേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോയി നമ്മളവിടെ ഒരു വലിയ ചിത്രം 70 അടി വലുപ്പത്തിലുള്ള വലിയൊരു ചിത്രം തലേ ദിവസം 2 മണിക്കൂർ ഒരു 4 മണി മുതൽ 6 മണി വരെ നിന്നു. പിന്നെ വൈകിട്ടാവും തോറും അവിടെ തണുപ്പ് കൂടും, നമുക്ക് നിൽക്കാൻ സാധിക്കില്ല, -20 വരെയൊക്കെ ആവും. പിന്നെ വെളുപ്പിന് വന്നിട്ടൊരു 7 മണിയോടുകൂടി 11 മണിയോടുകൂടി നമ്മളുടെ വർക്ക് 4 മണിക്കൂർ നിന്ന് തീർത്തു. അങ്ങനെ 6 മണിക്കൂർ മൊത്തം ആണ് ഈ ഒരു ഐസിൽ പെയിൻറ്റിങ് ചെയ്യാനുള്ള സമയമെടുത്തത്. അപ്പോൾ അത് ഒരു വലിയ സ്വപ്നമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. മാത്രമല്ല നമ്മുടെ മലയാളികൾ തമാശയോടുകൂടി പറയുന്നൊരു കാര്യമാണ് ഐസ് പെയിൻ്റ് അടിക്കല്ലേ എന്ന് പറയുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ അതും നമുക്ക് ലോകത്തിലാദ്യമായിട്ട് ഇത്രയും വലിയൊരു കളർഫുള്ളായിട്ടുള്ളൊരു ചിത്രം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചിത്രം വലുപ്പത്തിലുള്ളൊരു ചിത്രമൊന്നും ഇതുവരെ ലോകത്തിൽ ആരും ചെയ്തതായിട്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. വളരെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു മഞ്ഞിൻ്റെ പുറത്ത് സ്പ്രേ അടിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതാണ്. ഒരു ഐസിൻ്റെ പുറത്ത് നമുക്ക് ശരിക്കും പറയുന്നത് ഐസിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കല്ലേ എന്ന് പറയുന്നതാണ്. പക്ഷേ ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം നമുക്ക് അതാണല്ലോ തിരുത്തി കുറിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ഉപയോഗിച്ച് ഐസിൻ്റെ മുകളിൽ തന്നെ പെയിൻ്റ് അടിച്ച് ഒരു വെറുതെ പെയിൻ്റ് അടിക്കുകയല്ല ചെയ്തത്, ഒരു ചിത്രം, മനോഹരമായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എന്തായാലും അത് വളരെ സക്സസ് ആയിട്ട് നടക്കാൻ പറ്റി. പിന്നെ അതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എളുപ്പം ലഡാക്കിലൊന്നും പോയിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ചിത്രം വരയ്ക്കാൻ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ അവിടെ പോലീസിൻ്റെ പെർമിഷൻ വേണം, മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വേണം, പട്ടാളക്കാരുടെ സഹായം വേണം, എങ്കിൽ മാത്രമേ. അപ്പോൾ അതിനൊക്കെ നമ്മളുടെ കൊടുങ്ങല്ലൂർ ലൈഫ് സ്റ്റൈലിൽ ജിമ്മിൽ പോകുന്നതുകൊണ്ട് അവിടെ ഒരു മേജർ ജനറൽ 12 വർഷത്തിന് മുമ്പ് അദ്ദേഹം റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ്, വിവേകാനന്ദൻ സാറ്. അപ്പോൾ അദ്ദേഹം മുഖേനയാണ്, ഇപ്പോൾ നഷർബാൻ മുഖേനയാണ് വിവേകാനന്ദ സാറിനെ പരിചയപ്പെടുന്നത്. വിവേകാനന്ദൻ സാറാണ് അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ പട്ടാളക്കാരൊക്കെ വിളിച്ച് അവിടെ നമുക്ക് വേണ്ട അനുമതി പത്രങ്ങൾ മേടിച്ചു തന്നതും. അതുപോലെ നമ്മളുടെ ഈ ഒരു വർക്കിന് ഒരു പട്ടാളക്കാരൻ ആദ്യം അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് വർക്ക് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് വരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മളുടെ ഒരു കാര്യത്തിന് വേണ്ടി, നമ്മളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ എങ്കിൽ പോലും വിക്രം ബത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ ചിത്രം വെള്ളത്തിനടിയിൽ പോയിട്ട് ഞാൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പട്ടാള ക്യാമ്പിലാണ് അത് ചെയ്തത്. ആർമി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഒരു ജവാൻ്റെ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ ചിത്രമാണ് അതിനകത്ത് നമ്മൾ വരച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന എക്സലൻസ് വെങ്കല മെഡൽ അവാർഡ് എനിക്ക് അന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അവിടുത്തെ കമാൻഡിങ് ഓഫീസർ എനിക്ക് തരികയുണ്ടായി. അപ്പോൾ അത് ജീവിതത്തിലൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അന്ന് തന്നെ ആ ഒരു വെള്ളത്തിനടിയിൽ പോയ വർക്കിന് തന്നെ URF റെക്കോർഡും ഉണ്ടായിരുന്നു, ലോക റെക്കോർഡും കിട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാനും ഈ വിവേകാനന്ദ സാർ തന്നെ അവിടുത്തെ പട്ടാളക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഞാൻ ഇത്തരത്തിൽ പട്ടാളക്കാർക്ക് വേണ്ടി കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞതും പിന്നെ ഇത്തരത്തിലൊരു വർക്കിന് വേണ്ടി നമ്മൾ അവരുടെ സഹായം തേടുകയൊക്കെ ചെയ്തപ്പോൾ അവിടുത്തെ കമാൻഡിങ് ഓഫീസറും നമുക്കൊരു ഉപഹാരം നമുക്ക് വേണ്ടി അവിടെ തരികയാണ് ഉണ്ടായത്. അതൊക്കെ വലിയൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ പരിശ്രമിക്കാത്തതാണ്, പലരും പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ഐസും കട്ടയിൽ ഇപ്പോഴും ആരും പെയിൻ്റ് അടിക്കാതെ നിൽക്കാഞ്ഞത്. പക്ഷേ നമുക്കത് പരിശ്രമിച്ചത് കൊണ്ട് മാത്രം നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തീക്കട്ട കൊണ്ടും നമുക്ക് വേണമെങ്കിൽ ചിത്രം രചിക്കാൻ വേണമെങ്കിൽ, അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങളുണ്ട്. ഇനിയും 2 മീഡിയം കൂടി ചെയ്ത് കഴിഞ്ഞാൽ 100 എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് ഞാൻ കിടക്കും. അത് അവസാനിക്കുന്നില്ല. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തരുന്ന കാലത്തോളം നമ്മളെ കൊണ്ടാവുന്ന കലകൾ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളിൽ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.